അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് വെറുമൊരു യാത്രയുടെ വഴികൾ സംസാരിക്കാനല്ല, ബാഹ്യമായ ചില ചടങ്ങുകളുടെ നിയമങ്ങൾ പഠിക്കാനുമല്ല. ഇന്ന് ഈ നിമിഷം നാം തുറക്കാൻ പോകുന്നത് മനുഷ്യാത്മാവിൻ്റെ ഏറ്റവും ആഴമേറിയ ദൈവീകമായ ആ രഹസ്യ അറയുടെ വാതിലാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ കാതുകൾ കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കേൾക്കുക. കാരണം ചില വാക്കുകൾ ബുദ്ധിയുടെയും യുക്തിയുടെയും അതിരുകൾക്കപ്പുറമാണ്. അവ നേരെ ചെന്നെത്തുന്നത് പ്രണയത്തിൻ്റെ ആത്മീയതയുടെ ആഴങ്ങളിലേക്കാണ്. നിങ്ങളുടെ ആത്മാവിനെ എല്ലാ ചിന്തകളിൽ നിന്നും മുക്തമാക്കി തുറന്നു വയ്ക്കുക. വരൂ, നമുക്ക് ആ ആന്തരിക പ്രകാശത്തിലേക്കും നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ നമ്മിലേക്കും ഒരുമിച്ച് തീർത്ഥാടനം നടത്താം. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് മനുഷ്യർ ആ മണലാരണ്യത്തിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അവർ ഒരേ വസ്ത്രം ധരിക്കുന്നു, ഒരേ വാക്കുകൾ ഉരുവിടുന്നു, ഒരേ ചടങ്ങുകളിലൂടെ കടന്നു പോകുന്നു. കാബയെ വലം വയ്ക്കുന്നു, അറഫയിൽ കണ്ണീരൊഴുക്കുന്നു, മിനായിൽ കല്ലെറിയുന്നു, മൃഗങ്ങളെ ബലി നൽകുന്നു. കർമ്മങ്ങളുടെ പുസ്തകത്തിൽ അവർ ഹാജിമാർ എന്നു രേഖപ്പെടുത്തപ്പെടുന്നു. പക്ഷേ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, എന്തുകൊണ്ടാണ് ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഭൂരിഭാഗം ആളുകളുടെയും ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകാത്തത്? അവർ പോയ അതേ സ്വഭാവത്തോടും അതേ ക്രോധത്തോടും അതേ അഹംഭാവത്തോടും അതേ ആത്മീയ രോഗങ്ങളോടും കൂടി തന്നെയാണല്ലോ തിരികെ വീട്ടിലേക്ക് വരുന്നത്. എന്തുകൊണ്ട്? ഇസ്ലാമിക ചരിത്രത്തിലെ ആത്മീയ ജ്ഞാനത്തിൻ്റെ സുൽത്താൻമാരായിരുന്ന സൂഫികൾ ഇതിനൊരു മറുപടി നൽകിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തങ്ങളുടെ ശിഷ്യന്മാരോട് അവർ പറഞ്ഞു, അവർ ഹജ്ജിൻ്റെ ആന്തരിക കാതൽ മനസ്സിലാക്കാതെ അതിൻ്റെ പുറന്തോടിനെ മാത്രം ആരാധിച്ചു. ആന്തരികാർത്ഥം ഗ്രഹിക്കാതെ ബാഹ്യരൂപത്തെ മാത്രം പിന്തുടർന്നു. അവരുടെ ജ്ഞാനവചനങ്ങൾ വെറുമൊരു ചടങ്ങിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, അത് ആത്മാവിൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ചാണ്. ഹജ്ജ് എന്നാൽ ഒരു യാത്രയല്ല, അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സംഭവിക്കേണ്ട ഒരു മരണമാണ്. നമുക്കിന്ന് ആ ആന്തരിക യാത്രയുടെ രഹസ്യങ്ങളിലേക്ക് നടക്കാം. നിങ്ങളുടെ ആത്മാവിനെ തുറന്നു വയ്ക്കുക. നിങ്ങൾ ഇഹ്റാമിൻ്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ പദവികളെ സൂചിപ്പിക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ അഴിച്ചു മാറ്റുന്നു. പുരുഷന്മാർ തുന്നിയതൊന്നും ധരിക്കുന്നില്ല. സ്ത്രീകൾ യാതൊരു അലങ്കാരവുമില്ലാതെ പ്രകൃതിയിലേക്ക് മടങ്ങുന്നു. സൂഫികളുടെ ആത്മീയ ചട്ടക്കൂടനുസരിച്ച് ഇതൊരു പ്രതീകാത്മക വസ്ത്രധാരണമല്ല, ഇത് നിങ്ങളുടെ കഫൻ തുണിയാണ്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മരണവസ്ത്രം ധരിക്കുകയാണ്. നിങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, നാഥ, ഇതാ ഞാൻ നിന്റെ വിളിക്ക് ഉത്തരം നൽകി വന്നിരിക്കുന്നു. ഓർക്കുക, അന്ത്യവിധി നാളിൽ കബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വരാനിരിക്കുന്ന ആ ഭയപ്പെടുത്തുന്ന വിളിക്ക് നിങ്ങൾ ഇപ്പോഴേ മറുപടി നൽകി പരിശീലിക്കുകയാണ്. പണക്കാരനും പാവപ്പെട്ടവനും പണ്ഡിതനും പാമരനും ഒരേ തുണിയിൽ നിൽക്കുമ്പോൾ അവിടെ അഹന്തയുടെ സകല അടയാളങ്ങളും മായ്ക്കപ്പെടുന്നു. എന്നാൽ യഥാർത്ഥ മരണം നടക്കേണ്ടത് ശരീരത്തിലല്ല, ആന്തരികമായാണ്. ഇഹ്റാമിൽ പ്രവേശിച്ചാൽ സുഗന്ധം നിഷിദ്ധമാണ്. അത് ഇന്ദ്രിയങ്ങളുടെ ആസക്തിയെ ഇല്ലാതാക്കാനാണ്. മുടിയും നഖവും വെട്ടരുത്, അത് ബാഹ്യ സൗന്ദര്യത്തെക്കുറിച്ചുള്ള അഹങ്കാരം ഉപേക്ഷിക്കാനാണ്. പ്രാണികളെപ്പോലും കൊല്ലരുത്, അത് പ്രപഞ്ചത്തിലെ എല്ലാ ജീവനോടും അലിഞ്ഞു ചേരാനാണ്. ഇതിലെല്ലാം പ്രധാനമായി സൂഫികൾ പഠിപ്പിച്ചത് തർക്കങ്ങളിൽ ഏർപ്പെടരുത് എന്ന വിലക്കാണ്. ഞാൻ ശരിയാണെന്ന് സ്ഥാപിക്കാനും മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുമുള്ള നമ്മുടെ ഈഗോയുടെ ആവശ്യത്തിൽ നിന്നാണ് തർക്കങ്ങൾ ഉണ്ടാകുന്നത്. ഇഹ്റാമിൽ നിങ്ങൾ ശരിയുടെ ഭാഗത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് തർക്കിക്കാൻ കഴിയില്ല. ആ അഹങ്കാരത്തിനേൽക്കുന്ന ആഘാതം സഹിച്ച് നിങ്ങൾ നിശബ്ദത പാലിക്കണം. ഇതാണ് അഹംഭാവത്തിൻ്റെ മരണം. എന്നാൽ മിക്ക ആളുകളും ഇഹ്റാമിൽ പ്രവേശിച്ച ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുടുംബത്തോടോ വഴിയാത്രികരോടോ ദേഷ്യപ്പെട്ട് ഈ പരീക്ഷയിൽ പരാജയപ്പെടുന്നു. സ്വന്തം നെഫ്സിന്മേൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എത്രമാത്രം നിയന്ത്രണം കുറവാണെന്നാണ് ഇഹ്റാം വെളിപ്പെടുത്തുന്നത്. ഇനി നിങ്ങൾ കാബയിലേക്ക് വരികയാണ്. തവാഫ്, അപ്രദക്ഷിണമായി 7 തവണയുള്ള ആ വലം വയ്ക്കൽ. സൂഫികൾ പഠിപ്പിച്ചു, ഈ ചലനം പ്രപഞ്ചത്തിൻ്റെ ആന്തരിക രഹസ്യമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉറവിടത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആറ്റത്തിലെ ഇലക്ട്രോണുകൾ അതിൻ്റെ കേന്ദ്രത്തിന് ചുറ്റും, ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾക്ക് ചുറ്റും, നക്ഷത്രങ്ങൾ ഗാലക്സിയുടെ കേന്ദ്രത്തിന് ചുറ്റും. തവാഫിലൂടെ നിങ്ങൾ ആ സാർവത്രിക പ്രപഞ്ച താളത്തിൻ്റെ ഭാഗമാവുകയാണ്. പ്രപഞ്ചത്തിന് ഒരൊറ്റ കേന്ദ്രമേ ഉള്ളുവെന്നും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അതിനെയാണ് വലം വയ്ക്കുന്നതെന്നും നിങ്ങളുടെ ശരീരം പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ഈ 7 വലയങ്ങൾക്ക് ആത്മീയമായ മറ്റൊരു മാനമുണ്ട്. അത് നഫ്സിൻ്റെ അഥവാ മനസ്സിൻ്റെ 7 ഘട്ടങ്ങളാണ്. ഒന്നാമത്തെ വലയത്തിൽ നിങ്ങൾ നടക്കുന്നത് നഫ്സുൽ അമ്മാറയോടെയാണ്. തിന്മയ്ക്ക് പ്രേരിപ്പിക്കുന്ന സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്ന മനസ്സ്.
എനിക്ക് പുണ്യം വേണം, എൻ്റെ പാപം മാപ്പാവണം എന്ന സ്വാർത്ഥ ചിന്തയോടെയാണ് നിങ്ങൾ കഅബ എന്ന കല്ലുകെട്ടിയ കെട്ടിടത്തെ വലം വയ്ക്കുന്നത്. പക്ഷേ 3-4 വലയങ്ങൾ കഴിയുമ്പോൾ ആ ആവർത്തിച്ചുള്ള ചലനം നിങ്ങളുടെ യുക്തിചിന്തകളെ തകർക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ നിശ്ചലമാകുന്നു. അവിടെ നഫ്സുൽ ലവ്വാമ ഉണരുന്നു. കാരണമേതുമില്ലാതെ നിങ്ങൾ കരയാൻ തുടങ്ങും. അത് നിങ്ങളുടെ ആത്മാവ് അതിൻ്റെ കറകളെ കണ്ട് വിലപിക്കുന്നതാണ്. അവസാന വലയങ്ങളിലെത്തുമ്പോൾ ചില തീർത്ഥാടകർ നഫ്സുൽ മുത്മയിന്ന എന്ന അവസ്ഥയെ സ്പർശിക്കുന്നു. വലം വെക്കൽ ഒട്ടും ആയാസമില്ലാത്തതായി മാറുന്നു. നിങ്ങളും മറ്റു തീർത്ഥാടകരും തമ്മിലുള്ള വ്യത്യാസമില്ലാതാവുകയും എല്ലാവരും ഒരു കേന്ദ്രത്തിലേക്ക് ഒരു ദിശയിൽ നീങ്ങുന്ന ഒരൊറ്റ ശരീരമായി മാറുകയും ചെയ്യുന്നു. സൂഫി ജ്ഞാനികൾ കാബയുടെ ഏറ്റവും വലിയ രഹസ്യം വെളിവാക്കിയിട്ടുണ്ട്. കാബയുടെ ഉള്ളിൽ ഒന്നുമില്ല, അത് അക്ഷരാർത്ഥത്തിൽ ശൂന്യമാണ്. അത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥവും. നിങ്ങൾ ഏതെങ്കിലും ഒരു വസ്തുവിനെയല്ല വലം വയ്ക്കുന്നത്, മറിച്ച് ആ ശൂന്യതയെയാണ്. ആ ശൂന്യതയിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത്. കഅബ പ്രതിനിധീകരിക്കുന്നത് ഉൾക്കൊള്ളാനോ കാണാനോ പിടിക്കാനോ സാധിക്കാത്ത, എന്നാൽ എല്ലാ അസ്തിത്വങ്ങളും അതിലേക്ക് ചലിക്കുന്ന ആ ദൈവീക യാഥാർത്ഥ്യതയാണ്. നിങ്ങളുടെ ഉള്ളിലെ അഹംഭാവത്തിൻ്റെ പാത്രവും ഇതുപോലെ ശൂന്യമാകുമ്പോൾ മാത്രമേ അതിൽ ദൈവീക പ്രകാശം നിറയുകയുള്ളൂ. സഫാ മറവയ്ക്കിടയിലെ 7 ഓട്ടങ്ങൾ. ഭൂരിഭാഗം ആളുകളും ഇതിനെ ഹാജറ ബീവി തൻ്റെ മകൻ ഇസ്മായിലിന് വെള്ളത്തിനായി നടത്തിയ തിരച്ചിലിൻ്റെ ഒരു ചരിത്ര അനുസ്മരണമായി മാത്രമാണ് കാണുന്നത്. എന്നാൽ സൂഫികൾ ഇതിനെ മനുഷ്യൻ്റെ നിത്യമായ അവസ്ഥയായിട്ടാണ് വ്യാഖ്യാനിച്ചത്. നിങ്ങളെപ്പോഴും എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ട് 2 ബിന്ദുക്കൾക്കിടയിൽ എപ്പോഴും ഓടുകയാണ്. നിങ്ങളിലില്ലാത്ത ഒന്നിനായി നിങ്ങളുടെ മനസ്സ് എപ്പോഴും കൊതിക്കുകയാണ്. എന്നാൽ നിങ്ങൾ അന്വേഷിക്കുന്ന കാര്യം ഈ സമയമത്രയും നിങ്ങളുടെ കാൽക്കൽ തന്നെയുണ്ടുള്ളത്. ഹാജറ ബീവി 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ ശേഷമാണ് സംസമുറവ അവരുടെ മകൻ്റെ കാൽക്കൽ നിന്നും പൊട്ടിയത്. അവർ വെള്ളം കണ്ടെത്താനായി വെള്ളമുള്ളിടത്ത് നിന്ന് ദൂരേക്ക് ഓടുകയായിരുന്നു. ഇതാണ് ആത്മീയ അന്വേഷണത്തിൻ്റെ വിരോധാഭാസം. നിങ്ങൾ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ അന്വേഷിക്കുന്നു. സമാധാനം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നിട്ടും നിങ്ങൾ പുറത്ത് സമാധാനം തേടുന്നു. ഈ സഅയ് മനുഷ്യൻ ബാഹ്യലോകത്ത് നടത്തുന്ന 3 തരം വ്യർത്ഥമായ അന്വേഷണങ്ങളുടെ പ്രതീകമാണ്. ആദ്യം കർമ്മങ്ങളിലൂടെയുള്ള അന്വേഷണം. കൂടുതൽ പ്രാർത്ഥന, കൂടുതൽ നോമ്പ്, കൂടുതൽ ചാരിറ്റി ചെയ്താൽ സമാധാനം കിട്ടുമെന്ന്. എന്നാൽ ബാഹ്യകർമ്മങ്ങൾ മാത്രം ആത്മാവിനെ തൃപ്തിപ്പെടുത്തില്ല. രണ്ടാമത് അറിവിലൂടെയുള്ള അന്വേഷണം. പുസ്തകങ്ങൾ വായിക്കൽ, പണ്ഡിതന്മാരെ പഠിക്കൽ, വിവരങ്ങൾ ശേഖരിക്കൽ. അത് ബുദ്ധിയെ ഉണർത്തുമെങ്കിലും ആത്മാവിൻ്റെ ദാഹം മാറ്റില്ല. മൂന്നാമത് താൽക്കാലികമായ ആത്മീയ അനുഭവങ്ങളും വൈകാരിക ഉണർവുകളും തേടിയുള്ള ഓട്ടം. പുറത്തുനിന്ന് തിരയുന്ന ഒന്നിനും ശാശ്വതമായ സംതൃപ്തി നൽകാൻ കഴിയില്ല. ഹാജറ ബീവി തൻ്റെ ഓട്ടം നിർത്തി ഇസ്മായിൽ കിടക്കുന്ന ഇടത്തേക്ക്, അതായത് തൻ്റെ കേന്ദ്രത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോഴാണ് ഉറവ് പൊട്ടിയതെന്ന് സൂഫികൾ ഊന്നിപ്പറയുന്നു. വെള്ളം എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. സായി നിങ്ങളെ പതിപ്പിക്കുന്നത് ഇതാണ്: പുറത്തേക്കുള്ള എല്ലാ അന്വേഷണങ്ങളും ഉള്ളിലെ ശൂന്യതയെ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. ആ അന്വേഷണം അവസാനിപ്പിച്ചു നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ മടങ്ങുമ്പോൾ ആത്മീയ ഉറവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തനിയെ പൊട്ടിയൊഴുകും. അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്നാൽ അത് അറഫയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ ആന്തരിക രഹസ്യം സൂഫികൾ വിശദീകരിക്കുന്നുണ്ട്. അറഫ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഹജ്ജ് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് ഈ ഒരു ദിവസത്തിന് ഇത്രയും പ്രാധാന്യം? പാരമ്പര്യങ്ങൾ അനുസരിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഭൂമിയിൽ പരസ്പരം വേർപിരിഞ്ഞ ആദമും ഹവ്വയും വർഷങ്ങളുടെ അലച്ചിലിന് ശേഷം വീണ്ടും കണ്ടുമുട്ടിയത്, പരസ്പരം തിരിച്ചറിഞ്ഞത് ഈ അറഫ മൈതാനത്ത് വെച്ചാണ്. അറഫ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം അറിയുക, തിരിച്ചറിയുക എന്നാണ്. അതിനാൽ അറഫ എന്നാൽ മഅരിഫത്തിൻ്റെ, അതായത് യഥാർത്ഥ അറിവിൻ്റെ സ്ഥലമാണ്. ഉച്ച മുതൽ സൂര്യാസ്തമയം വരെ നിങ്ങൾ അറഫയിൽ നിലകൊള്ളുമ്പോൾ നിങ്ങൾ മറന്നുപോയ നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥയെ ഓർത്തെടുക്കുകയാണ്. നിങ്ങൾ ഈ മൺകൂടിൻ്റെ ആളല്ലെന്നും അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് വന്നവരാണെന്നും വേർപിരിയലിൻ്റെ മായയിൽ അകപ്പെട്ടവരാണെന്നും നിങ്ങൾ ഓർക്കുന്നു. അറഫ എന്നത് അന്ത്യവിധി നാളിൻ്റെ ഏറ്റവും അടുത്ത ദൃശ്യമാണ്. എല്ലാവരും ഒരേ സ്ഥലത്ത് വ്യത്യാസങ്ങളില്ലാതെ, തടസ്സങ്ങളില്ലാതെ തുറന്നുകാട്ടപ്പെട്ട് നിരാശരായി കാരുണ്യത്തിനായി കാത്തുനിൽക്കുന്നു. ഇവിടെ ഔപചാരികമായ ചടങ്ങുകളില്ല, പ്രകടനങ്ങളില്ല. നിങ്ങളുടെ പക്കൽ ഒളിച്ചുവെക്കാൻ വസ്ത്രങ്ങളോ പദവികളോ ഇല്ല. നിങ്ങളുടെ പരമമായ ആവശ്യവും അവൻ്റെ സാന്നിധ്യവും മാത്രം. ഇവിടെയാണ് നിങ്ങളുടെ അഹന്തയുടെ പുറംതോട് തകരുന്നത്. സൂഫികളുടെ അഭിപ്രായത്തിൽ അറഫയിലെ ആത്മീയ നേട്ടമെന്നത് ഏതെങ്കിലും തരത്തിലുള്ള പരമാനന്ദമല്ല, മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചുള്ള വ്യക്തതയാണ്. സാധാരണ ജീവിതത്തിലെ ഫിൽട്ടറുകളൊന്നുമില്ലാതെ നിങ്ങൾ നിങ്ങളെ തന്നെ കാണുന്നു. നിങ്ങൾ എത്രത്തോളം വഴിതെറ്റി ഓടുകയായിരുന്നുവെന്നും നിങ്ങൾക്ക് എത്രമാത്രം കാരുണ്യം ആവശ്യമാണെന്നും നിങ്ങൾ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവാണ് ലക്ഷ്യം.
നിങ്ങൾ ഒരിക്കലത് വ്യക്തമായി കണ്ടാൽ തിരിച്ചു പോകേണ്ട വഴി വെളിച്ചമുള്ളതായി മാറും. അറഫയുടെ തിരിച്ചറിവിന് ശേഷം നിങ്ങൾ മിനായിലേക്ക് വരുന്നു. പിശാചിനെ പ്രതിനിധീകരിക്കുന്ന 3 തൂണുകളിലേക്ക് കല്ലെറിയാൻ. പലർക്കും ഇതൊരു ബാഹ്യമായ ചടങ്ങാണ്. എന്നാൽ സൂഫികൾ പഠിപ്പിച്ചു, ആ തൂണുകൾ വെറും ബാഹ്യ പിശാചല്ല. ഈ യാത്ര പൂർത്തിയാക്കുന്നതിൽ നിങ്ങളുടെ നഫ്സ് നിങ്ങളെ തടയാൻ ശ്രമിക്കുന്ന വഴികളിലെ 3 സ്ഥാനങ്ങളാണവ, നമ്മുടെ ആന്തരിക പ്രതിരോധങ്ങളുടെ പ്രതീകങ്ങൾ. ഒന്നാമത്തെ തൂൺ ജംറത്തുൽ ഊല. ഇത് നിങ്ങളുടെ ഉള്ളിലെ കുറ്റബോധത്തിൻ്റെ ശബ്ദമാണ്. ദൈവത്തെ തേടാൻ നീ ആരാണ്? നിന്റെ പാപങ്ങൾ നോക്കൂ, നീ അതിന് അർഹനല്ല, മടങ്ങിപ്പോകൂ. സ്വയം അയോഗ്യനാണെന്ന ചിന്ത നൽകി ആത്മീയ യാത്രയുടെ തുടക്കത്തിൽ തന്നെ മനുഷ്യനെ തടയുന്ന ശൈത്താനിക് ചിന്ത. ഈ തൂണിലേക്ക് കല്ലെറിയുമ്പോൾ നിങ്ങൾ ആ ചിന്തയെ തകർക്കുന്നു. നിങ്ങൾ പറയുന്നു, ഞാൻ വരുന്നത് എൻ്റെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് അവൻ എന്നെ വിളിച്ചതുകൊണ്ടാണ്. രണ്ടാമത്തെ തൂൺ ജംറത്തുൽ വുസ്ത. ഇത് അഹങ്കാരത്തിൻ്റെ ശബ്ദമാണ്. നീ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നീ എത്ര വലിയ ആത്മീയനായെന്ന് നോക്കൂ, നീ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണ്. ആത്മസംതൃപ്തി നൽകി യാത്രയുടെ മധ്യത്തിൽ മനുഷ്യനെ തടയുന്ന ശബ്ദം. ഇവിടെ കല്ലെറിയുമ്പോൾ ആത്മീയ നേട്ടങ്ങൾ സ്വന്തം വ്യക്തിപരമായ നേട്ടമാണെന്ന് അവകാശപ്പെടാനുള്ള നിങ്ങളുടെ അഹങ്കാരത്തെ നിങ്ങൾ തള്ളിക്കളയുന്നു. മൂന്നാമത്തെ തൂൺ ജംറത്തുൽ അക്കബ. ഇത് പദവിയുടെ ശബ്ദമാണ്. നീ ഹജ്ജ് പൂർത്തിയാക്കി കഴിഞ്ഞു, ഇനി നിനക്കൊരു വലിയ പദവിയുണ്ട്. ഹജ്ജിനെപ്പോലും ഒരു അഹങ്കാര ചിഹ്നമാക്കാനുള്ള മനസ്സിൻ്റെ കുതന്ത്രം. ഇവിടെ കല്ലെറിയുമ്പോൾ ആ ശ്രേഷ്ഠതയുടെ ചിന്തയെ നിങ്ങൾ നിരസിക്കുന്നു. മനുഷ്യർ പുറത്തുള്ള പിശാചിനെയാണ് കല്ലെറിയുന്നതെങ്കിലും ശരിക്കുള്ള ശത്രു ഉള്ളിലാണുള്ളതെന്ന് സൂഫികൾ ഓർമ്മിപ്പിച്ചു. നഫ്സിൻ്റെ കുതന്ത്രങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് ആ കല്ലെറി. ഹജ്ജിൻ്റെ അവസാന ഘട്ടങ്ങളിലൊന്നാണ് മൃഗബലി. ഇബ്രാഹിം നബി തൻ്റെ മകനെ ത്യാഗം ചെയ്യാൻ തയ്യാറായതിൻ്റെ ഓർമ്മപ്പെടുത്തൽ. എന്നാൽ സൂഫികളുടെ ആന്തരിക വ്യാഖ്യാനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണിവിടെ ബലി നൽകപ്പെടുന്നത് എന്നതിലാണ്. മൃഗമെന്നത് നിങ്ങൾ ബലി നൽകാൻ മടിക്കുന്ന നിങ്ങളുടെ സ്വന്തം അഹംഭാവത്തിന് പകരമുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളുടെ മിഥ്യാധാരണകളും അറ്റാച്ച്മെൻറ്റുകളുമാണ്. മൃഗത്തിൻ്റെ കഴുത്തറുക്കപ്പെടുമ്പോൾ, ജീവൻ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആവശ്യപ്പെടുന്ന, പരാതി പറയുന്ന, താരതമ്യം ചെയ്യുന്ന ആ അഹംഭാവമാണ് അവിടെ അറുക്കപ്പെടേണ്ടത്. ബലിയുടെ നിമിഷമെന്നത് ഫനാഇയുടെ അഥവാ അഹംഭാവത്തിൻ്റെ നാശത്തിൻ്റെ നിമിഷമാണ്. എന്നാൽ ഭൂരിഭാഗം ആളുകളും ഇത് യാന്ത്രികമായി ചെയ്യുന്നു. മറ്റാരെങ്കിലും പണമേൽപ്പിച്ച് മൃഗത്തെ അറുക്കുന്നു, സ്വന്തം അഹങ്കാരവുമായി വീട്ടിലേക്ക് മടങ്ങുന്നു. ആന്തരികാർത്ഥം ആവശ്യപ്പെടുന്നത് ആ മൃഗത്തിൻ്റെ ജീവൻ വിട്ടകലുന്നത് പോലെ നിങ്ങൾ ഏത് അറ്റാച്ച്മെൻ്റാണ്, ഏത് ദേഷ്യമാണ് ബലി നൽകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അത് ബോധപൂർവം വിട്ടയക്കുക എന്നതാണ്. അഹംഭാവം ഇല്ലാതായാൽ ബാക്കിയുള്ളത് മറ്റുള്ളവർക്കായി നൽകപ്പെടുന്നു. ബലിമൃഗത്തിൻ്റെ മാംസം പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിൻ്റെ അർത്ഥവും അതാണ്. നിങ്ങളിനി നിങ്ങൾക്കായി മാത്രം ജീവിക്കുന്നില്ല, എല്ലാം സേവനവും ഉദാരതയുമായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, കർമ്മങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഹജ്ജ് പൂർത്തിയാകുന്നില്ല എന്ന് സൂഫികൾ പഠിപ്പിച്ചു. നിങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ നിങ്ങളുടെ മാറ്റം നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത്. നിങ്ങൾ പഴയതുപോലെ തന്നെ ദേഷ്യപ്പെടുന്നവനും അഹങ്കാരിയുമാണെങ്കിൽ നിങ്ങൾ ചടങ്ങുകൾ മാത്രമാണ് ചെയ്തത്, മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പരീക്ഷ ലളിതമാണ്. നിങ്ങൾ അറഫയിൽ വെച്ച് മരിച്ചോ അതോ വെറുതെ നിന്നുപോന്നോ? നിങ്ങൾ അഹംഭാവത്തെ ബലി നൽകിയോ അതോ കേവലം ഒരു മൃഗത്തെയോ? നിങ്ങൾ ആന്തരിക വിഗ്രഹങ്ങളെ തകർത്തോ അതോ കല്ലുകൾ മാത്രം എറിഞ്ഞോ? ഹജ്ജ് ആത്മാവിൽ ഒരു വിത്തുപാവുകയാണ് ചെയ്യുന്നത്. അടഞ്ഞുപോയ ആത്മാവിനെ ഈ ചടങ്ങുകൾ തുറക്കുന്നു. ഇഹ്റാം എന്നാൽ സുഖങ്ങളുടെ മരണമാണ്. തവാഫ് എന്നാൽ വേർപിരിവിൻ്റെ മരണമാണ്. സഈ എന്നാൽ അന്വേഷണങ്ങളുടെ മരണമാണ്. അറഫ എന്നാൽ വിസ്മൃതിയുടെ മരണമാണ്. കല്ലേർ എന്നാൽ നഫ്സിൻ്റെ കുതന്ത്രങ്ങളുടെ മരണമാണ്. ബലി എന്നാൽ അഹംഭാവത്തിൻ്റെ മരണമാണ്. ഈ രീതിയിൽ നിങ്ങൾ ശ്വസിക്കുമ്പോൾ തന്നെ മരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ യഥാർത്ഥത്തിൽ പുനർജന്മം നേടിയ ഒരു പുതിയ മനുഷ്യനായി മാറിയിട്ടുണ്ടാകും. നിങ്ങളുടെ ജീവിതം തന്നെ ഒരു കാബയായി മാറിയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം കാബയെ ചെന്ന് കാണുന്നതിനേക്കാൾ വലിയ കാര്യമാണ് നിങ്ങളുടെ ഹൃദയം ഒരു കാബയായി മാറുന്നത്. അള്ളാഹുവിൻ്റെ പ്രകാശം വെറുമൊരു കല്ലുകെട്ടിടത്തിലല്ല വന്ന് നിറയുന്നത്. അത് തകർന്നിട്ടാണെങ്കിലും അവങ്കലേക്ക് തുറന്നിട്ടിരിക്കുന്ന മനുഷ്യഹൃദയങ്ങളിലാണ് ഇറങ്ങി വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം നമ്മളെല്ലാവരും നമ്മുടെ അവസാനത്തെ ഇഹ്റാം തുണി ധരിക്കേണ്ടി വരും. ഒരു ദിവസം ഈ ലോകത്തിലെ നമ്മുടെ എല്ലാ തവാഫുകളും അവസാനിക്കും. നമ്മുടെ എല്ലാ ഓട്ടങ്ങളും പാച്ചിലുകളും ഒരു നിമിഷം കൊണ്ട് നിശ്ചലമാകും.
അറഫയുടെ മൈതാനത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം നമ്മളെല്ലാവരും അന്ന് അവൻ്റെ മുന്നിൽ വരിവരിയായി നിൽക്കും. അന്ന് നമ്മോടൊപ്പം വരുന്നത് നമ്മുടെ സമ്പത്തോ പദവികളോ അലങ്കാര പേരുകളോ ആയിരിക്കില്ല. ഒരേ ഒരു കാര്യം മാത്രം: ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് നാം നമ്മുടെ അഹംഭാവത്തെ അവൻ്റെ പ്രണയത്തിനു വേണ്ടി ബലി നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന സത്യം മാത്രം. അതുകൊണ്ട് ഈ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു നിമിഷമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നോക്കി ചോദിക്കുക: എൻ്റെ ഉള്ളിൽ ഇപ്പോഴും തകർക്കപ്പെടാതെ ശേഷിക്കുന്ന ഏതു വലിയ വിഗ്രഹമാണുള്ളത്? ആ വിഗ്രഹം തകരുന്ന നിമിഷം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉറവുകളിൽ നിന്ന് യഥാർത്ഥ സംസം പൊട്ടിയൊഴുകാൻ തുടങ്ങും. അള്ളാഹു നമ്മെ പുറംമോടികളും മാത്രമുള്ള ഹജ്ജ് ചെയ്യുന്നവരാക്കി മാറ്റാതിരിക്കട്ടെ. പകരം ആത്മാവിൻ്റെ ആന്തരിക ഹജ്ജ് പൂർത്തിയാക്കി വിശുദ്ധി കൈവരിച്ചവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.